ഇപ്പൊ സമയം കൃത്യം 12:40. ഈ രാത്രിയിൽ ഞാനോ അമ്മയോ അമ്മമ്മയും പിന്നെ മാമനും ഉണ്ട് കേട്ടോ. എവിടത്തേക്കാണ് പോകുന്നതെന്ന് അറിയാവോ? വടക്കിന്റെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന കളിപ്പറമ്പുകാരുടെ സ്വന്തം തൃച്ചംബരം ക്ഷേത്രത്തിലേക്ക്. രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണനെയാണ് ഇവിടെ ആരാധിക്കുന്നത്. ഇനി ഈ നാട്ടുകാർക്ക് ഉറക്കമില്ലാത്ത രാത്രിയാണ് കേട്ടോ. പൂക്കോത്തുനടിയിൽ ഇനി ബലരാമകൃഷ്ണന്മാരുടെ തിരുനൃത്തം ഉണ്ടാവും. ഇന്നത്തെ ദിവസം ബലരാമൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് മഴൂർ അമ്പലത്തിൽ നിന്ന് വരുന്ന കാഴ്ച കാണാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങൾ മാത്രമല്ല, കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. നല്ല തിരക്കും ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികളെ കയ്യിലെടുത്തും അവിടെ കിടന്നുറങ്ങിയും അമ്മമാരും അവിടെയുള്ള എല്ലാവരും ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. ഏകദേശം 10 കിലോമീറ്റർ നടന്നിട്ടാണ് ഇവിടത്തേക്ക് ബലരാമൻ എഴുന്നള്ളുന്നത്. ആ ഒരു കാഴ്ച കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ഓരോ മിനിറ്റ് കഴിയും തോറും അവിടെയുള്ള ആൾക്കാരുടെ എണ്ണം കൂടി കൂടി വന്നു. ഇരിക്കാനൊന്നും സ്ഥലം ഇല്ലാത്തത് കൊണ്ട് തന്നെ 1 മണിക്ക് എത്തി ഞങ്ങൾ 1 മണിക്കൂർ അവിടെ നിന്നിട്ട് 2 മണിയാകുമ്പോഴാട്ടോ ആ ഒരു കാഴ്ച കണ്ടത്. എന്നാലും അത് കണ്ടു കഴിഞ്ഞപ്പോ ഉണ്ടായൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. അവസാനം ഒരുപാട് കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഭഗവാൻ എത്തിയിരിക്കുകയാണ്. നമുക്ക് ദൂരത്ത് നിന്നിങ്ങനെ കാണാൻ വേണ്ടി കഴിയും. ആ ഒരു ശബ്ദവും ഗോവിന്ദ എന്നുള്ള ആ നാട്ടുകാരുടെ വിളിയും ഒക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ്. കണ്ണൂർ വരികയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു അമ്പലത്തിൽ വരികയും ഈ ഒരു കാഴ്ച കാണുകയും ചെയ്യണം. പൂക്കോത്ത് നടയിലെ ബലരാമകൃഷ്ണന്മാരുടെ ആ ഒരു നൃത്തം നിങ്ങൾ എന്തായാലും ലൈഫിൽ ഒരു തവണ കാണേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ഭഗവാൻ ഇതാ നമ്മളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഭഗവാനെ കണ്ട് മനസ്സ് നിറഞ്ഞ് അനുഗ്രഹവും വാങ്ങിയിട്ട് ഏകദേശം ഒരു 2:30 ആകുമ്പോഴേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് വന്നു.